വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് നൈറ്റ് വിത്ത് അരുൺ. യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ സ്കറിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടുണ്ട്. വാഹനം തടഞ്ഞു നിർത്തി നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. മർദ്ദനശേഷം പ്രതികൾ ജീപ്പിൽ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങളുണ്ട്. Put the clothes on, Misha. Put the clothes on. Oh my God. Wait, what happened? മനോജിനോട് പപ്പാടെ മാറണം പറയാം. അവരെ അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പാടെ മാറും. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, നാട്ടുകാർ നോക്കി നിൽക്കുകയാണ്. മർദ്ദനം ആരാണ് മർദ്ദിച്ചത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ സജു ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് ഇന്നലെയാണ് തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് മർദ്ദനമേറ്റത്. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തി അതിനുശേഷം മടങ്ങവെയാണ് ഒരു സംഘം തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വധശ്രമ കുറ്റമടക്കം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് ഷാജൻ സ്കറിയ സഞ്ചരിച്ച വാഹനം തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം തുടർച്ചയായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെയാണ്, പകൽ വെളിച്ചത്തിൽ തന്നെയാണ് ഈ അക്രമം നടന്നത് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനുശേഷം ഈ മർദ്ദനം നടത്തിയ ആളുകൾ ഒരു താർ ജീപ്പിൽ കയറി രക്ഷപ്പെടുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നു. അതായത് ഇവർ തമ്മിലുള്ള ഷാജൻ സ്കറിയയോടുള്ള വിരോധം, വാർത്തയുമായി ബന്ധപ്പെട്ട വിരോധമാണ് അക്രമത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഏതായാലും ഇതുവരെ ഈ മർദ്ദിച്ച ആളുകളെ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. താങ്ക് യു. സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.